നിങ്ങളെല്ലാവരും വീഡിയോസ് എടുക്കുന്ന ആൾക്കാരല്ലേ? അത് പിന്നെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? വീഡിയോസ് എടുക്കുന്ന ആൾക്കാരാണ് പലവരും. നമ്മൾ പല കാര്യങ്ങൾക്കും നമ്മൾ വീഡിയോസ് എടുക്കാറുണ്ട്. എന്നാൽ അതിലൊക്കെ നമുക്ക് ഫേവററ്റ് സീനുകളൊക്കെ ഉണ്ടെങ്കിൽ, ഫേവററ്റ് സീനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു വേണ്ടപ്പെട്ട സീൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സാധാരണയായി ഫോട്ടോ എടുക്കുന്നത് സ്ക്രീൻഷോട്ടൊക്കെ വെച്ചായിരിക്കും നമ്മൾ സാധാരണയായി ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. ഇങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലായിരിക്കത്തില്ല ആ ഫോട്ടോ വന്നിട്ടുള്ളത്. ആ ഫോട്ടോ വന്ന് നമ്മളെ ഗാലറിയിൽ സേവ് ആയിട്ടുള്ളത്. ഒന്നല്ലെങ്കിൽ വാട്ടർമാർക്ക് ഒക്കെ കാണും, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പാഴ്ച വന്നിട്ടുണ്ടാകും. എന്നാൽ നമുക്കിഷ്ടമുള്ള നമ്മളെ വീഡിയോയിൽ എത്ര ലെന്തിയുള്ള വീഡിയോ ആണെങ്കിലും നമുക്ക് അതിലിഷ്ടമുള്ള ഭാഗങ്ങളുടെ ഫോട്ടോ മാത്രം എടുത്ത് സേവ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സാധാരണക്കാർക്ക് ഇത് ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റാൾ ആവുന്നത് വരെ വെയിറ്റ് ചെയ്തിരിക്കുക. പിന്നെ ഈ ആപ്ലിക്കേഷൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന വീഡിയോയിലെ ലെന്ത് അനുസരിച്ച് ഇഷ്ടം പോലെയുള്ള ഫോട്ടോ കിട്ടുന്നതാണ്. അത് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ ഗാലറിയിൽ നമുക്കിഷ്ടമുള്ള ഭാഗത്തിലുള്ള ഫോട്ടോ നമുക്ക് ഗാലറിയിൽ സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതും ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആകുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് എടുക്കാവുന്നതാണ്. നെറ്റ്വർക്ക് നല്ല സ്പീഡുള്ള സ്ഥലത്ത് മാത്രം നിങ്ങൾ ഇരിക്കുക. ഇതെന്നായാലും ആദ്യം ഇതിൻ്റെ കുറച്ച് പ്രിവ്യൂ ആയിരിക്കും കാണിക്കുന്നത്. നെക്സ്റ്റ് കൊടുക്കുക. എന്നിട്ട് പർച്ചേസിൻ്റെ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഈ ആപ്ലിക്കേഷനിൽ കുറച്ച് പരസ്യങ്ങളുണ്ടാകും. അത് പരസ്യങ്ങൾ താഴണമെങ്കിൽ പർച്ചേസ് ചെയ്യേണ്ട ആവശ്യം വരും. അതുകൊണ്ട് കുറച്ച് പരസ്യങ്ങളൊക്കെ ഉണ്ടാകും. നമ്മൾ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസ് അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ഇത് കൊടുക്കും. അതിനുശേഷം നിങ്ങളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. അതിനായിട്ട് ഞാൻ ഈ കാണിക്കുന്നത് പോലെ നിങ്ങളൊരു വീഡിയോ സെലക്ട് ചെയ്യുക. ഞാൻ ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസം എടുത്ത ഒരു വീഡിയോ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ശേഷം ഇവിടെ PNG എന്നായിരിക്കും കിടക്കുന്നത്. ഇവിടെ JPEG-യിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോയിൽ എന്തനുസരിച്ച് പ്രോസസ്സ് ആകുന്നതാണ്. നെറ്റ്വർക്കിൻ്റെ ഇത് അനുസരിച്ചായിരിക്കും അത് പ്രോസസ്സ് ആവുന്നത്. അത് പ്രോസസ്സ് ആവുന്നത് വരെ കാത്തിരിക്കുക. ഇപ്പോൾ എനിക്ക് കുറച്ച് ഫാസ്റ്റുള്ള നെറ്റാണ്, അതുകൊണ്ട് ഇതിൽ പെട്ടെന്ന് പ്രോസസ്സിങ് ഒക്കെ ആവുന്നുണ്ട്. അപ്പോൾ അത് പ്രോസസ്സിങ് ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. പ്രോസസ്സിങ് ആയതിനു ശേഷം വീണ്ടും കാണാം. അപ്പോൾ പ്രോസസ്സിങ് ഒക്കെ പൂർത്തിയായി വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ കിട്ടിയതിന് ശേഷം നിങ്ങൾ സേവ് കൊടുക്കുക. ഇനി ഇതൊന്നുമല്ല നമ്മളെ ഫോട്ടോ എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് പോവുക. സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇതായിട്ട് വരും. ഇനി ഇങ്ങോട്ടേക്ക് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടുള്ള ഇത് കൊടുത്താൽ മതി. ഞാൻ ഇപ്പോൾ അങ്ങോട്ടാണ് സ്ക്രോൾ ചെയ്യുന്നത്, കാരണം എനിക്ക് വേണ്ട ഫോട്ടോ ഇതൊന്നുമല്ലെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പതുക്കെ സമയമെടുത്ത് പറയുന്നത്.
ഇതിപ്പോൾ ഞാൻ എടുത്ത ഒരു വീഡിയോ ആണ്, അതുകൊണ്ടാണ് ഇതിൽ ആദ്യം തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എനിക്ക് ഈ ഫോട്ടോ ആണ് വേണ്ടത്, ഇതാണ് വേണ്ടതെങ്കിൽ ഇവിടെ സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സേവ് എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ ഫോട്ടോയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യമുള്ള സേവ് ബട്ടൺ കൊടുക്കുക. ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാം, വേണമെങ്കിൽ ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ സേവ് എന്ന് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സേവ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതല്ല നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫോട്ടോ ഇതൊന്നുമല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെയൊക്കെ കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഫോട്ടോ എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ചിലവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകത്തില്ല, അവർക്കാണ് വീണ്ടും കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ്. ഇതുപോലെ ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും നിങ്ങളെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇങ്ങനെ മാറ്റാവുന്നതാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ വരുന്നത് മാത്രമേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഫോട്ടോ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി, ആ ഫോട്ടോ നിങ്ങൾക്ക് വരുന്നതാണ്. ഇവിടെ വരുന്ന ഫോട്ടോ മാത്രമേ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ താഴെ ഫോക്കസായി വരുന്ന ഫോട്ടോകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പം അത് നിങ്ങൾ നേരത്തെ കൊടുത്തതുപോലെ തന്നെ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഇഷ്ടമുള്ള ഫോട്ടോകൾ ഒക്കെ ഇങ്ങനെ ഇഷ്ടമുള്ള വീഡിയോയുടെ ഭാഗങ്ങളൊക്കെ സേവ് ചെയ്യേണ്ടത്. ഇതുപോലെ സേവ് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും ഡിലീറ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഇങ്ങനത്തെ എല്ലാത്തരം ടെക്നോളജി വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ ദേവഹരി എന്ന് പറയുന്ന യൂട്യൂബ് ചാനലും ഇംഗ്ലീഷ് വോയിസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ചെയ്തതിന് ശേഷം അതിലാണെന്ന് ഓപ്ഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞങ്ങളിടുന്ന ഇതുപോലത്തെ ടെക്നോളജി വീഡിയോസ് ദിവസം നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. ആപ്പ് ലിങ്ക് എന്നായിരിക്കും ആദ്യം കൊടുത്തിരിക്കുന്നത്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്ലേ സ്റ്റോറിൽ തന്നെ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും ഗുഡ് ബൈ.